ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം പുകയുന്നു. ഇറാന്റെ ആക്രമണത്തെ അതിജീവിച്ച് US നാവികസേന കപ്പലുകൾ ഹോർമുസ് കടന്നു. ഹോർമുസ് സംഘർഷം തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഹോർമുസ് കടലിടുക്കിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് ദക്ഷിണ കൊറിയൻ കപ്പലിന് നേരെ ആക്രമണം നടന്നത്. ദുബായിലേക്ക് പോവുകയായിരുന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം. പിന്നാലെ ആക്രമണത്തിന് പിന്നിൽ ഇറാനെന്നാരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ യുഎസിന്റെ 2 യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു. ഇറാനിയൻ ആക്രമണത്തെ അതിജീവിച്ചാണ് USS ട്രക്സ്റ്റൺ, USS മെയ്സൺ എന്നീ നാവിക കപ്പലുകൾ ഗൾഫിലേക്ക് പ്രവേശിച്ചത്. കപ്പലുകൾക്കെതിരെ ഇറാൻ വൻ ആക്രമണം നടത്തിയെങ്കിലും US നാവികസേന ഫലപ്രദമായി പ്രതിരോധിച്ചു. അതിനിടെ ഹോർമുസിൽ US സൈനിക വിന്യാസം ആരംഭിച്ചു. ഇറാന്റെ ആക്രമണ ബോട്ടുകൾക്കെതിരെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചുവെന്നും 6 ഇറാനിയൻ ബോട്ടുകളെ ലക്ഷ്യമിട്ടുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രോജക്ട് ഫ്രീഡത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്ത് വാണിജ്യ കപ്പലുകൾക്കായി സുരക്ഷിത പാതയൊരുക്കുമെന്നും US സൈന്യം അറിയിച്ചു. അതിനിടെ UAEയിൽ ഫുജൈറയിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ആക്രമണം നടത്തിയത് ഇറാനല്ലെന്നും സൈനിക നേതൃത്വം അറിയിച്ചു. യുദ്ധം 2027ലേക്ക് നീണ്ടുനിന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ വളരെ മോശമായി ബാധിക്കുമെന്നാണ് IMFന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് സംഘർഷം തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. തിങ്കളാഴ്ച ബ്രന്റ് ക്രൂഡ് വില 6% ഉയർന്ന് ബാരലിന് $114.44 ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.